ഉമ്മമാരെ വലിച്ചെറിഞ്ഞ് ഉപ്പമാരെ വലിച്ചെറിഞ്ഞ് എന്തെങ്കിലും ഉദ്യോഗം കിട്ടുമ്പോഴേക്ക് ജോലി കിട്ടുമ്പോഴേക്ക് ഏതെങ്കിലും ആണിന്റെ പെണ്ണിന്റെ പളപളക്കുന്ന ശരീരം കണ്ട് സുഹൃത്തേ ചാടിപ്പോകണ്ട, പെങ്ങളെ വീട് വിട്ടു പോകണ്ട. ഒരുപക്ഷേ അന്തസ്സോടെ നീ ജീവിച്ചെന്ന് വരും. ഇല്ല ഇല്ല, ഈ പൊരുത്തക്കേടിന് പകരം തരാതെ അല്ലാഹ് ആത്മാവ് കൊണ്ടുപോകൂല. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, കുല്ലുദ്ദുനൂബി മുഅഖറത്തുൽ ലിഅജലിഹാ, എല്ലാ ദോഷങ്ങളും അതിന്റെ ഒരു ടൈമുണ്ട്, ആ ടൈമിലേക്ക് പിന്തിക്കപ്പെടും. ഒരുപക്ഷേ നീ ഇവിടെ സ്വകാര്യതയിൽ ചെയ്ത ദോഷത്തിന് അല്ലാഹു ദുനിയാവിൽ ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ നീ മദ്യപിച്ചതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ നീ നിസ്കരിക്കാത്തതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ നോമ്പ് നോൽക്കാത്തതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ കളവ് നടത്തിയതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, കളവ് പറഞ്ഞതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം. പക്ഷേ എല്ലാ ദോഷങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെടും. ഇല്ലൽ ആഖലിൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതൊഴികെ അതിന്റെ ശിക്ഷ അവിടെ എത്തിയിട്ടല്ല കൊടുക്കുക. ഫഇന്നഹു യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിദ്ദുനിയാ, ആരാണ് വെറുപ്പിച്ചത് ദുനിയാവിൽ വെച്ചതിന്റെ ശിക്ഷ കൊടുക്കാതെ റബ്ബ് കൊണ്ടുപോകൂല. ഇതുകൊണ്ടാ പറയുമ്പോ ചിന്തിക്കണം, വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ ചോദിച്ചത് പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കും, പറഞ്ഞത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഓർമ്മക്കേടൊരു കാരണമായിരിക്കും. മുന്നിലെത്തിയാൽ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാല് നീ ഇപ്പൊ പാത്രം എടുത്തുകൊണ്ട് പോയിട്ടേ ഉണ്ടാകുള്ളൂ, ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയും. ബാപ്പാനെ ചീത്ത പറയരുത്, പ്രായാധിക്യമുള്ള ഉമ്മാനോട് കറുത്ത മുഖം കാണിക്കരുത്. അതുകൊണ്ട് ആ പ്രായാധിക്യം എടുത്തു പറഞ്ഞത് ഇവരൊന്ന് മരിച്ചെങ്കിൽ നഊദു ബില്ലാഹ് ചിന്തിക്കരുതേ. നമ്മളെ അവർ പോറ്റി വളർത്തിയപ്പോ രോഗാതുരനായി കിടക്കുന്ന മകൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ഉമ്മാന്റെ ദുആ എന്താണെന്നറിയോ? പടച്ചോനെ, എന്റെ മകൻ വിടവാങ്ങിയിട്ട് ആ ഒരു ജനാസ കാണേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ അല്ലാ. നമ്മളിപ്പോ പ്രായാധിക്യത്തിന് മാതാക്കളെ നോക്കുമ്പോ, പിതാക്കളെ നോക്കുമ്പോ ഏറിയാലൊരു 10 വർഷം, ഏറിയാലൊരു 15 വർഷം, അതിനപ്പുറം സഹിക്കേണ്ടതില്ലല്ലോ എന്നൊരു ചിന്ത പോലും